നമസ്കാരം. തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രനുമായുള്ള വിവാദമായ നടുറോഡിലെ തർക്കത്തെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട KSRTC താൽക്കാലിക ഡ്രൈവർ LH യദുവിന് പുതിയ തൊഴിൽ നൽകി സർക്കാർ ഉത്തരവ്. നിയമസഭയിലെ താൽക്കാലിക ഡ്രൈവറായാണ് യദുവിനെ പുതിയതായി നിയമിച്ചിരിക്കുന്നത്. KSRTCയിൽ നിന്നും പുറത്താകപ്പെട്ടതിനെ തുടർന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായ യദു തന്നെ ജോലിയിൽ തിരിച്ചെടുക്കണമെന്ന ആവശ്യവുമായി ഇടതു സർക്കാരിന്റെ കാലം മുതൽക്കേ ശക്തമായി രംഗത്തുണ്ടായിരുന്നു. മുൻ ഗതാഗത മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകിയ യദു ഒന്നെങ്കിൽ തനിക്ക് ജോലി തിരികെ നൽകണമെന്നും അല്ലെങ്കിൽ തന്നെ സർവീസിൽ നിന്നും ഔദ്യോഗികമായി പിരിച്ചുവിട്ട രേഖകൾ നൽകണമെന്നും കത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. തുടർന്നുണ്ടായ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിലാണ് ഇപ്പോൾ യദുവിന് നിയമസഭയിൽ താൽക്കാലിക ഡ്രൈവറായി സർക്കാർ പുനർനിയമനം നൽകിയിരിക്കുന്നത്. പാളയം നടുറോഡിലെ വാക്പോരിനെ തുടർന്നാണ് യദുവിന് KSRTCയിലെ ജോലി നഷ്ടപ്പെടുന്നത്. മുൻ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും MLAയുമായ സച്ചിൻ ദേവും സഞ്ചരിച്ച ഔദ്യോഗിക വാഹനത്തിന് യദു ഓടിച്ചിരുന്ന KSRTC ബസ് സൈഡ് കൊടുത്തില്ലെന്ന് ആരോപിച്ചായിരുന്നു തർക്കങ്ങളുടെ തുടക്കം. തലസ്ഥാനത്തെ പ്ലാമൂട് വെച്ച് ബസ് തങ്ങളുടെ കാറിനെ ഇടിക്കുന്ന രീതിയിൽ അപകടകരമായി ഓടിച്ചെന്നും ഇതിന് പിന്നാലെ KSRTC ഡ്രൈവർ തങ്ങൾക്ക് നേരെ അശ്ലീല ആംഗ്യം കാണിച്ചെന്നും ആരോപിച്ച് മേയർ രംഗത്തെത്തുകയായിരുന്നു. തുടർന്ന് മേയറും സംഘവും പാളയത്ത് വെച്ച് ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവർ യദുവുമായി നടുറോഡിൽ കടുത്ത വാക്പോരിൽ ഏർപ്പെടുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ജീവനക്കാരനായ യദുവിനെതിരെ പോലീസ് അടിയന്തരമായി കേസെടുക്കുകയും KSRTC താൽക്കാലിക ജോലിയിൽ നിന്നും അദ്ദേഹത്തെ നീക്കുകയും ചെയ്തു. എന്നാൽ മേയറും ഭർത്താവും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചെന്നും കാണിച്ച് യദു തിരിച്ചു പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ പോലീസ് ആദ്യം തയ്യാറായിരുന്നില്ല. തുടർന്ന് നീതിക്കായി യദു കോടതിയെ സമീപിക്കുകയായിരുന്നു. കോടതിയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് ഒടുവിൽ മുൻ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയ്ക്കുമെതിരെ പോലീസ് കേസെടുക്കാൻ നിർബന്ധിതരായത്. വലിയ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിലാണ് ഇപ്പോൾ യദുവിന് പുതിയ തൊഴിൽ ലഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മുൻ മേയറും KSRTC ഡ്രൈവറും തമ്മിൽ നടുറോഡിലുണ്ടായ വാക്കുതർക്കവും അതിനെ തുടർന്നുണ്ടായ നിയമ പോരാട്ടങ്ങളും കേരള സമൂഹത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരുന്നത്. അധികാരത്തിന്റെ പ്രയോഗവും സാധാരണക്കാരനായ ഒരു താൽക്കാലിക ജീവനക്കാരന്റെ അതിജീവനത്തിനായുള്ള പോരാട്ടവും തമ്മിലുള്ള നേർക്കുനേർ ചിത്രമാണ് ഈ സംഭവം സമ്മാനിച്ചത്. ജോലി നഷ്ടപ്പെട്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു യദു. ഡെലിവറി ബോയിയായി ഒക്കെ ജോലിക്ക് പോകാൻ ശ്രമിച്ചിട്ടും പല ഘട്ടങ്ങളിലും അധികാരികൾ തന്നെ ഫോളോ ചെയ്യുന്നെന്നും പല രീതിയിലും പോലീസും ഭരണകൂടവും തന്നെ ബുദ്ധിമുട്ടിക്കുന്നെന്നും യദു മറുനാടനോടക്കം പറഞ്ഞിരുന്നു. എന്തായാലും ജോലി നഷ്ടപ്പെട്ട വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിട്ടും പിൻവാങ്ങാതെ നീതിക്കായി കോടതിയെ സമീപിച്ച യദുവിന്റെ പോരാട്ടം ഒടുവിൽ ഭരണകൂടത്തെ പുനർവിചിന്തനത്തിന് പ്രേരിപ്പിച്ചെന്നതിന് തെളിവാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പുനർനിയമനം. ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും നിയമപരമായ തടസ്സങ്ങൾക്കും ഒടുവിൽ യദുവിന് നിയമസഭയിൽ താൽക്കാലിക ഡ്രൈവറായി ജോലി നൽകാനുള്ള സർക്കാർ തീരുമാനം വൈകിവെന്ന നീതിയായി തന്നെ വിലയിരുത്തണം. പക്ഷേ ഇടതു സർക്കാരിനുള്ള മറുപടി കൂടിയായി ഇത് മാറും. UDFിന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ, VD സതീശൻ മുഖ്യമന്ത്രിയായ പുതിയ സർക്കാർ അങ്ങനെ ഇടതുപക്ഷം ചെയ്തു പോയ തെറ്റുകൾ ഓരോന്നായി തിരുത്തുകയാണെന്ന് തന്നെ മനസ്സിലാക്കണം. മേയർക്കും MLAയ്ക്കുമെതിരെ കോടതി ഇടപെടലിലൂടെ കേസെടുപ്പിക്കാൻ സാധിച്ചതും തുടർന്ന് നഷ്ടപ്പെട്ട തൊഴിലിന് പകരമായി പുതിയൊരു വരുമാന മാർഗം കണ്ടെത്താനായതും യദുവിന്റെ നിയമ പോരാട്ടങ്ങൾക്ക് ലഭിച്ച ഭാഗികമായ വിജയമാണെന്നും പറയാം.